മകളുടെ കൈവേദന മന്ത്രവാദത്തിലൂടെ മാറ്റി കുടുംബത്തിന്റെ വിശ്വാസം നേടി. പിന്നീട് അവിഹിത ഗർഭം. ദുരഭിമാനത്തിന്റെ പേരിൽ 4 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ കൊലപാതകം. ഇതൊന്നും പുറംലോകം അറിയാതിരിക്കാൻ അയൽവാസികളുമായി ബന്ധപ്പെടാതെയുള്ള ഒറ്റപ്പെട്ട ജീവിതം. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി നിതീഷിന്റെ ക്രൂരതയും തിരക്കഥയും സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ദുരഭിമാനം കാരണമെങ്കിൽ വിജയനെ വകവരുത്താനുള്ള കാരണമെന്ത്? നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് പോലീസിന് എത്രത്തോളം വെല്ലുവിളിയാകും? പോലീസ് പെട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. ഇടുക്കി കട്ടപ്പനയിലെ നഗരപരിധിയിലുള്ള ആ വീട്ടിലെത്തിയാൽ ഇപ്പോഴും ഒരു പിഞ്ചു കുഞ്ഞിന്റെ നിലവിട്ടുള്ള കരച്ചിൽ കേൾക്കുന്നത് പോലെ തോന്നും. ജനിച്ച 4-ാം ദിവസം ജന്മം നൽകിയ പിതാവും മുത്തശ്ശനും അമ്മയുടെ സഹോദരനും ചേർന്ന് ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് അവനെ. കൊന്നു കുഴിച്ച് മുറിയിട്ടും പറക്കമുറ്റാത്ത നവജാത ശിശുവിന്റെ ആത്മാവ് കൊലയാളികളെ വേട്ടയാടിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് 8 വർഷത്തിന് ശേഷമുള്ള മുത്തശ്ശന്റെ കൊലപാതകവും പിന്നീട് പ്രതികളെയും പുറം ലോകത്തിന് തുറന്നു കാട്ടാനായത്. കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചെങ്കിലും കുഞ്ഞിന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നത് പോലീസിന് വെല്ലുവിളിയാണ്. കേസിലെ മുഖ്യപ്രതി നിതീഷിന്റെ മൊഴികളിലെ വൈരുദ്ധ്യവും അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നുണ്ട്. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി നിതീഷിന്റെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ വലയ്ക്കുന്നുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിതീഷിന്റെ മൊഴി അനുസരിച്ചുള്ള കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലത്ത് ഇന്ന് പോലീസ് വീണ്ടും പരിശോധന നടത്തിയിട്ടുണ്ട്. തൊഴുത്തിനുള്ളിൽ കുഞ്ഞിനെ കുഴിച്ചിട്ടുവെന്നാണ് നിതീഷിന്റെ മൊഴി. അതേസമയം പെൺകുട്ടിയുടെ അച്ഛൻ വിജയൻ ഈ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് ഒരു കവറിലാക്കി പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് മൊഴി മാറ്റി പറയുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ വീണ്ടും അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ പോലീസ് പരിശോധന നടത്തി വരികയാണ്. ഇന്നത്തെ പരിശോധന ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗം ഇവിടെ നിന്ന് മണ്ണെടുത്തിട്ടുണ്ട്. രണ്ടായിരത്തി 2016 നിതീഷും വിജയനും വിഷ്ണുവും ചേർന്ന് വിജയന്റെ മകളിൽ നിതീഷിനുണ്ടായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. നിതീഷിന് മകളിൽ രഹസ്യബന്ധത്തിലുണ്ടായ കുഞ്ഞായതിനാൽ അതേ തുടർന്നുണ്ടാകുന്ന നാണക്കേട് ഒഴിവാക്കാനാണ് കുഞ്ഞിനെ കൊന്നതെന്നാണ് പോലീസ് പറയുന്നത്. വിജയൻ കുഞ്ഞിന്റെ കാലിൽ പിടിച്ചു കൊടുക്കുകയും നിതീഷ് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയുമായിരുന്നുവെന്നാണ് നിതീഷ് പോലീസിന് നൽകിയ മൊഴി. ഈ മൊഴി അനുസരിച്ച് പ്രതികളായ നിതീഷും വിഷ്ണുവും അതേസമയം മരിച്ച വിജയനുമാണ് ഈ കേസിലെ പ്രതികൾ. അതേസമയം മരിച്ച വിജയന്റെ മേലെ ഈ കേസ് കെട്ടിവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്നും പോലീസിന് സംശയമുണ്ട്. കഴിഞ്ഞ 8 മാസത്തിനു മുൻപാണ് വിജയനുമായി നിതീഷ് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടത്. കുഞ്ഞിന്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ തർക്കമാണ് വിജയന്റെ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം. വിജയന്റെ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ചാണ് നിതീഷ് കൊലപ്പെടുത്തിയത്. ഒറ്റയടിക്ക് തന്നെ കൊലപ്പെടുത്തിയെന്ന് നിതീഷ് പോലീസ് നൽകിയ മൊഴിയിൽ പറഞ്ഞു. അതേസമയം വിജയന്റെ ഭാര്യ സുമയ്ക്കും ഈ കേസിൽ പങ്കുണ്ടെന്നാണ് നിതീഷ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. അതേസമയം വിജയന്റെ ഭാര്യ സുമയെ ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. സുമയെയും മകളെയും പോലീസ് ഒരു ഷെൽട്ടർ ഹോമിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ മാനസികാരോഗ്യം വിലയിരുത്താനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കും. സുമയെയും മകളെയും നാളിതുവരെ പുറത്തു കണ്ടിട്ടില്ല എന്ന നാട്ടുകാരുടെ മൊഴി അനുസരിച്ച് ഇവരൊരു കരുതൽ തടങ്കൽ പോലെ ജീവിച്ചു വന്നുവെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മാനസികാരോഗ്യ നില പരിശോധിക്കാതെ തുടർ നടപടികളിലേക്ക് പോലീസിന് കടക്കാനാകില്ല. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. മകളുടെ ദുരൂഹ മരണത്തിൽ സത്യം തേടി ഒരു പിതാവ് നിയമ പോരാട്ടം നടത്താൻ തുടങ്ങിയിട്ട് 7 വർഷമാകുന്നു.
എറണാകുളം ഇലഞ്ഞി സ്വദേശി ഷാജി വർഗീസിന് ഇപ്പോഴും നീതി അകലെയാണ്. കൊച്ചി കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ CA വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പോലീസ് ആത്മഹത്യയെന്ന് കണ്ടെത്തിയ കേസിൽ അട്ടിമറി നടന്നുവെന്നും മകളുടെ മരണത്തിൽ ഒരു പ്രമുഖ നടന്റെ മകന് പങ്കുണ്ടെന്നും പിതാവ് ഷാജി ആരോപിക്കുന്നു. 2017 മാർച്ച് 5-ന് വൈകിട്ട് കാണാതായ മിഷേലിന്റെ മൃതദേഹം പിറ്റേന്നാണ് കൊച്ചി കായലിൽ കണ്ടെത്തിയത്. മിഷേലിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസ് ആത്മഹത്യയെന്നാണ് വിധി എഴുതിയത്. പിന്നീട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയിട്ടും ഇതുവരെ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിലാണ് കുടുംബത്തിന് അതൃപ്തി. മിഷേലിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ നിയമ പോരാട്ടം നടത്താൻ തുടങ്ങിയിട്ട് നാളേറെയായി. മിഷേലിനെ കൊലപ്പെടുത്തിയതാണെന്ന് ഉറപ്പിച്ചു പറയുന്ന പിതാവ് ഷാജി വർഗീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച എറണാകുളം സെൻട്രൽ, കസബ, വനിതാ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കുടുംബം രംഗത്ത് വന്നിട്ടുള്ളത്. ഈ കേസ് ആദ്യം മുതൽ അട്ടിമറിച്ച CA അനന്തലാൽ ചെയ്യുക എന്ന് പറയുമ്പോൾ മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചായിരിക്കും ചെയ്തേക്കണേ. പക്ഷേ അതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് സെൻട്രൽ സ്റ്റേഷന്റെ അധികാരി എന്ന നിലയിൽ CA അനന്തലാൽ സാറാണ്. അപ്പൊ അവിടുത്തെ FIR-ഉം 5/3/2017 എന്ന് എഴുതുന്നതിന് പകരം 6/3/2017 എന്ന് തയ്യാറാക്കിക്കൊണ്ട് FIR മുതൽ തിരുത്തിക്കൊണ്ട് ഈ കേസിനെ അട്ടിമറിച്ച് ഈ മിഷേലിന്റെ കൊലപാതകളെ രക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഒരു നടന്റെ മകന് മിഷേലിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന സംശയം ഷാജി വർഗീസ് വീണ്ടും ഉന്നയിച്ചു. പോലീസിനെതിരെ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഷാജി വർഗീസ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. 5-ാം തീയതി വൈകിട്ട് മകളെ കാണാനില്ലെന്ന് വിവരം കിട്ടിയപ്പോൾ തന്നെ മൊബൈൽ ഫോണിൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് തയ്യാറായില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കിട്ടുന്നതിന് മുൻപ് അന്നത്തെ CI പ്രഖ്യാപിച്ചത് മിഷേൽ ആത്മഹത്യ ചെയ്തെന്നാണ്. 1-ാം ഗോശ്രീ പാളത്തിൽ നിന്ന് ചാടിയെന്ന് ആദ്യം പറഞ്ഞ പോലീസ് അവിടെ വെള്ളമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ 2-ാം പാളത്തിൽ നിന്ന് ചാടി മരിച്ചു എന്ന് മാറ്റിയത് എന്തുകൊണ്ട്? മിഷേലിനെ കാണാതായ തീയതിയിലും സമയത്തിലും മാറ്റം വരുത്തിയതിലും ദുരൂഹതയുണ്ട്. എന്തുകൊണ്ടാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്? ഇങ്ങനെ മിഷേലിന്റെ കുടുംബത്തിന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ന്യൂസ് 18 കൊച്ചി. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിൽ ഒട്ടേറെ വിവരങ്ങൾ പുറത്തുവരാനുണ്ട്. അതിനായി കേസിൽ മുഖ്യപ്രതികളെന്ന് കണ്ടെത്തിയ 5 പേരെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രതികളുടെ ഫോണുകൾ കസ്റ്റഡിയിലെടുത്ത പോലീസ് സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും. അതേസമയം ഒരാഴ്ചയ്ക്കുള്ളിൽ CBI കേസ് ഏറ്റെടുക്കുമെന്നാണ് സൂചന. CBIയുടെ അന്വേഷണത്തിൽ ഡെയിനിന്റെ പങ്കുൾപ്പെടെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേസിൽ മുഖ്യപ്രതികളെന്ന് കണ്ടെത്തിയ സിൻജോ ജോൺസൺ, RS കാശിനാഥ്, അമീൻ അക്ബർ അലി, K അരുൺ, അമൽ ഇഹ്സാൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക. കേസിൽ ഇതുവരെ 20 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ ഫോണുകളും കസ്റ്റഡിയിലെടുത്തു. സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. സർവകലാശാലയിൽ പരസ്യ വിചാരണയും ക്രൂരമർദ്ദനവും നടന്നുവെന്ന് വ്യക്തമാക്കുന്ന ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം UGCക്ക് കൈമാറിയിരുന്നു. അന്വേഷണം CBIക്ക് കൈമാറിയതിനാൽ നിലവിൽ പ്രതിപ്പട്ടികയിലുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ്. കേസിൽ ഡീൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് CBI ആയിരിക്കും അന്വേഷിക്കുക. അതിനിടെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ 5 ദിവസത്തേക്ക് അടച്ച വെറ്ററിനറി സർവകലാശാലയിൽ റെഗുലർ ക്ലാസുകൾ പുനരാരംഭിച്ചു. ന്യൂസ് 18 വയനാട്. കേരള സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് കലോത്സവമല്ല, കലാപോത്സവമാണ്. കോഴ ആരോപണവും മത്സരാർത്ഥികളെ തെരഞ്ഞുപിടിച്ചുള്ള മർദ്ദനവും
പ്രതിഷേധവും അരങ്ങേറിയ മത്സരവേദികൾ. KSU പ്രവർത്തകനെ SFIക്കാർ മർദ്ദിച്ചുവെന്ന പരാതിയിൽ കേസെടുത്തെങ്കിലും പോലീസിനെതിരെയും ആരോപണമുണ്ട്. തുടർച്ചയായ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും പിന്നാലെ കേരള സർവകലാശാല കലോത്സവം നിർത്തിവെച്ചിരിക്കുകയാണ്. വൈസ് ചാൻസലറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. മത്സരങ്ങളോ ഫലപ്രഖ്യാപനങ്ങളോ ഇനി ഉണ്ടാകില്ല. അതിനിടെ കലോത്സവം നിർത്തിവെച്ച തീരുമാനത്തിനെതിരെ മത്സരാർത്ഥികൾ പ്രതിഷേധ നൃത്തവുമായി രംഗത്തെത്തി. എറണാകുളം സ്വദേശിയും KSU പ്രവർത്തകനുമായ നിതിനെ SFIക്കാർ മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. തടിക്കഷ്ണം കൊണ്ടുള്ള മർദ്ദനത്തിൽ പരാതിക്കാരന്റെ പല്ലിന് പരിക്കുപറ്റിയതായി FIR-ൽ പറയുന്നു. സെന്റ് ഹാളിന് പുറത്തുനിന്ന വിദ്യാർത്ഥിയെ SFIക്കാർ കോമ്പൗണ്ടിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചുവെന്നാണ് പരാതി. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് 16 പേർക്കെതിരെ കേസെടുത്തത്. പരിപാടിക്ക് പേര് നൽകുന്നത് മുതൽ തുടങ്ങി തുടർച്ചയായ വിവാദങ്ങളുണ്ടായ കലോത്സവമാണ് ഒടുവിൽ എങ്ങുമെത്താതെ അവസാനിച്ചത്. സംഘർഷത്തിന് പുറമെ വിധികർത്താക്കൾ കോഴ വാങ്ങുന്നു എന്ന വിവാദവും പ്രശ്നങ്ങൾ സങ്കീർണമാക്കി. ഈ സാഹചര്യത്തിലാണ് സമാപനവും പുരസ്കാര വിതരണവും ഒഴിവാക്കി കലോത്സവം അവസാനിപ്പിച്ചത്. മത്സരം ഫലപ്രഖ്യാപനവും ഉണ്ടായില്ല. വൈസ് ചാൻസലറുടെ തീരുമാനത്തെ സർവകലാശാല യൂണിയൻ ഭാരവാഹികൾ സ്വാഗതം ചെയ്തു. സർവകലാശാല കേന്ദ്രത്തിൽ ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴത്തേക്ക് ഡയറക്ടറും അതുപോലെ രജിസ്ട്രാറും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ VC എടുത്തിട്ടുള്ള ഇല്ലല്ലോ, ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഞങ്ങൾ സർവകലാശാല എന്ത് നിലപാടെടുക്കുന്നു അതിനോടൊപ്പം നിൽക്കുമെന്നുള്ള നിലപാടിലാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. ഇതിനിടെ കലോത്സവം നിർത്തിവെച്ച തീരുമാനത്തിനെതിരെ മത്സരാർത്ഥികൾ പ്രധാന വേദിയിൽ നൃത്തം ചെയ്ത് പ്രതിഷേധിച്ചു. ഇത്ര പൈസ അത്ര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് ഒരു വഴി പറഞ്ഞ പെർഫോം ചെയ്യാൻ ഞങ്ങൾക്ക് മത്സരിക്കണം ചേട്ടാ. ഞങ്ങള് പൈസ കൊടുത്തത് അതിനാ. ഞങ്ങൾക്ക് മത്സരിക്കണം. ഞങ്ങൾ ഇങ്ങനെ വെറുതെ കളിക്കണം. പ്രശ്നങ്ങളും പരാതികളും പരിഹരിച്ചതിനു ശേഷമാകും തുടർ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ കലാലയങ്ങൾ ഇപ്പോൾ കലാപ കേന്ദ്രങ്ങളാവുകയാണ്. ആൺകുട്ടികൾ മാത്രമല്ല, വിദ്യാർത്ഥിനികളും ഇടത് സംഘടനകളുടെ കിരാതവേട്ടയ്ക്ക് ഇരകളാകുന്നു. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചത് DYFI നേതാവാണ്. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ ആറന്മുള പോലീസ് കേസെടുത്തെങ്കിലും അറസ്റ്റോ മറ്റ് നടപടിയോ ഉണ്ടായില്ലെന്ന ആക്ഷേപം വരെ ഉയർന്നിരുന്നു. ഒടുവിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പ്രതി ജെയ്സന്റെ ജാമ്യാപേക്ഷ തള്ളി. ഇതോടെ കേസിലെ പ്രതിയും DYFI നേതാവുമായ ജെയ്സൺ ജോസഫ് പോലീസിന് മുൻപാകെ കീഴടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലുണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥിനിയെ DYFI പ്രാദേശിക നേതാവും കോളേജിലെ വിദ്യാർത്ഥിയുമായ ജെയ്സൺ ജോസഫ് മർദ്ദിച്ചത്. വിദ്യാർത്ഥിയുടെ പരാതിയിൽ ആറന്മുള പോലീസ് കേസെടുത്തെങ്കിലും പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. കേസിന് പിന്നാലെ ജെയ്സനെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചതോടെ കോളേജിൽ നിന്നും പുറത്താക്കി. കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് ജെയ്സൺ കീഴടങ്ങിയത്. പത്തനംതിട്ട DYSP ഓഫീസിലെത്തിയാണ് ജെയ്സൺ കീഴടങ്ങിയത്. സുപ്രീം കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യം തള്ളിയിട്ടും ജെയ്സനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. പോലീസിന് പോലും ഈ നാട്ടിൽ രക്ഷയില്ലാത്ത അവസ്ഥയാണ്. കൊല്ലം മടത്തറ വേങ്കോലയിലെ ഉത്സവ ഘോഷയാത്രയ്ക്കിടെ സംഭവിച്ച കാര്യങ്ങൾ കേട്ടാൽ ഭയം തോന്നും. ഉത്സവത്തിനിടെ പോലീസ് ജീപ്പിന്റെ മുന്നിൽ നിന്ന് നൃത്തം ചെയ്യുകയും വനിതാ SIയെ തടഞ്ഞു വെച്ച് ഉപദ്രവിക്കുകയും ചെയ്തു. SI ഉൾപ്പെടെ പോലീസുകാരെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. പ്രദേശവാസികളായ സജി മോൻ, വിനീത്, രാജീവ് എന്നിവരാണ് അറസ്റ്റിലായത്.
കേസിൽ കൂടുതൽ പ്രതികൾ ഉള്ളതായി പോലീസ് പറയുന്നു. അതേസമയം പോലീസിനെ ആക്രമിച്ചിട്ടില്ലെന്നും കള്ളക്കേസെന്നുമാണ് നാട്ടുകാരുടെ പരാതി. ശനിയാഴ്ച രാത്രി അരിപ്പ അമ്മയമ്പലം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വേങ്കുല ജംഗ്ഷനിലെത്തിയ ചിതറ എസ്ഐയുടെ വാഹനത്തിന് മുന്നിൽ ഒരു സംഘം നൃത്തം ചെയ്ത് മാർഗതടസ്സം സൃഷ്ടിച്ചിരുന്നു. മുന്നോട്ട് പോകാൻ കഴിയാതെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ വനിതാ എസ്ഐയെ തടഞ്ഞുവച്ച് ചുറ്റും കൂടി നൃത്തം ചെയ്തു. തുടർന്ന് ഇവരെ ഉപദ്രവിക്കുകയും ജീപ്പിന്റെ സൈഡ് മിറർ അടിച്ചു തകർക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നു. സംഭവത്തിൽ പ്രദേശവാസികളായ സജിമോൻ, വിനീത്, രാജീവ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം സംഭവത്തിൽ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ: ഘോഷയാത്ര വരവെ പ്രദേശവാസികൾ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തുകയായിരുന്നു. ഇതിനിടയിലെത്തിയ ചിതറ പോലീസ് ജീപ്പ് ആൾക്കൂട്ടത്തിനിടയിൽ കൊണ്ടു നിർത്തി. വീഡിയോ എടുത്തു നിന്നവർ പോലീസ് ജീപ്പിന്റെ ദൃശ്യം പകർത്താൻ ശ്രമിച്ചു. താൻ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയാണെന്ന് കരുതി ഡ്രൈവർ ജീപ്പിലിരുന്ന് ഫോൺ പിടിച്ചു വാങ്ങി. തുടർന്ന് ഫോണിനായി പിടിവലി നടക്കുകയും ചെയ്തു. പ്രശ്നം പരിഹരിക്കുന്നതിനായി ജീപ്പിൽ നിന്നും ഇറങ്ങിയ വനിതാ എസ്ഐ തിക്കിലും തിരക്കിലും പെടുകയായിരുന്നു. പോലീസിനെതിരെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസുകാരും ടീമും വന്ന് നേരെ ഉടന്ന് റോഡിൻ്റെ സൈഡിലെത്തി പയ്യന്മാരെ അടുത്ത് തന്നെ നിർത്തിയിട്ട് വീഡിയോ എടുത്ത പയ്യൻ്റെ മൊബൈലിൽ കയറി പിടിക്കുന്നു ഡ്രൈവർ പോലീസ്. ആ പിടിച്ച സമയത്ത് മൊബൈൽ എന്തിനു പിടിച്ച് മേടിച്ചു പറഞ്ഞാൽ ആ പയ്യൻ, അപ്പോൾ പുള്ളിക്കാരനെ പിടി കിട്ടിയിട്ടില്ല, പുറത്തിറങ്ങാൻ കണ്ടേ ഉള്ളതാണ്. ആ പയ്യൻ്റെ കയ്യിൽ മൊബൈൽ പിടിച്ച് മേടിച്ചത് കൊണ്ടാണ് അവർ തമ്മിൽ പിടിയും വലിയായി. അപ്പോൾ കൂട്ടത്തോടെ പയ്യന്മാർ സെറ്റില്ല റോഡിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ മൊബൈലിന് വേണ്ടിയിട്ട്. അങ്ങനെ സൈഡിൽ പോലും SI ഇറങ്ങുന്ന സമയത്ത് ഈ കെട്ടുകാഴ്ച വാളണ്ടിയേഴ്സും അവർ ഒരു 200-ൽ കൂടുതൽ പേർ ഇങ്ങനെ റൗണ്ടായിട്ട് വളഞ്ഞ് പയ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ആണ് നടന്നത്. അല്ലാതെ ഇവർ അടിക്കുകയോ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയോ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. കുളത്തൂപ്പുഴ സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് എത്തിയാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സജിമോനെയും വിനീതിനെയും രാജീവിനെയും കസ്റ്റഡിയിലെടുത്തത്. ഫോണിന് വേണ്ടി പോലീസുമായി പിടിവിലുണ്ടാക്കിയ ഉണ്ണി ഒളിവിലാണ്. സംഭവത്തിൽ അറിയാവുന്ന 8 പേർക്കും കണ്ടാലറിയാവുന്ന 9 പേർക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റിലായ പ്രതികളുടെ പേരിൽ നിരവധി വകുപ്പുകൾ ചുമത്തി. സ്ത്രീത്വത്തെ അപമാനിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പൊതുമുതൽ നശിപ്പിച്ചു, പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. പോലീസ് പെട്രോൾ ഇനി പോകുന്നത് ഇടുക്കി അടിമാലിയിലേക്കാണ്. അടിമാലി ടൗണിൽ കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവമുണ്ടായി. ശിവരാത്രി ദിവസം രാത്രിയിലാണ് ഞാവൽപ്പാറക്കുടി സ്വദേശി സുബ്രഹ്മണ്യന് കുത്തേറ്റത്. കേസിൽ 2 പേർ പിടിയിലായി. പടിക്കപ്പ് സ്വദേശികളായ ബാലൻ, ജയേഷ് എന്നിവരെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. ശിവരാത്രി ദിവസം രാത്രിയിലാണ് കുരങ്ങാടി ഞാവൽപ്പാറക്കുടി സ്വദേശി സുബ്രഹ്മണ്യന് അടിമാലി ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ വെച്ച് കുത്തേറ്റത്. ഇരുകൂട്ടരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കുത്തേൽക്കുകയുമായിരുന്നു. ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പടിക്കപ്പ് സ്വദേശികളായ ബാലൻ, ജയേഷ് എന്നിവരെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അടിമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. യുവാക്കളെ ഹരം കൊള്ളിക്കുന്ന പോൺ താരങ്ങൾക്കിത് കഷ്ടകാലമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടെ 4 നടിമാരുടെ മരണവാർത്തയാണ് പുറത്തു വന്നത്. അമേരിക്കയിലെ മയാമിയിൽ അപ്പാർട്ട്മെന്റിൽ മരിച്ചതിൽ കണ്ട സോഫിയ ലിയോണിയാണ് ഇതിൽ ഒടുവിലെത്തിയ ആൾ. സോഫിയുടെ മരണകാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും പോലീസ് ഇക്കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം.
ഡാലസിലെ മയാമിയിലുള്ള അപ്പാർട്ട്മെന്റിൽ ഈ മാസം 1-ന് സോഫിയയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരണമില്ലാഞ്ഞതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരണവിവരം പുറത്തറിഞ്ഞത്. രണ്ടാനച്ഛൻ മൈക്ക് റമോരോ ആണ് നടിയുടെ മരണവിവരം ലോകത്തെ അറിയിച്ചത്. 26-കാരിയായ സോഫിയയുടേത് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മരണത്തെക്കുറിച്ച് ലോക്കൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. സോഫിയ ആത്മഹത്യ ചെയ്തതല്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന സോഫിയ ലിയോണി അടുത്തിടെയും പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. 18-ാം വയസ്സിൽ നീലച്ചിത്ര മേഖലയിലേക്ക് വന്ന സോഫിയയ്ക്ക് ലോകമാകമാനമായി ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. 3 മാസത്തിന്റെ 4ാമത്തെ പോൺ താരമാണ് മരണത്തിന് കീഴടങ്ങുന്നത്. ഈ വർഷം ജനുവരിയിൽ നടി ജെസി ജെയിനിനെ കാമുകനൊപ്പം ഒക്ലഹോമയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പെറുവിലെ നടിയായ തൈന ഫീൽഡ്സ് ജനുവരിയിലും നടി കാറ്റ്നീലിൻ കാൾട്ടർ കഴിഞ്ഞ മാസവും മരിച്ചു. പോൺ താരങ്ങളുടെ അടുത്തടുത്തുള്ള മരണം സമൂഹ മാധ്യമങ്ങളിൽ സജീവ ചർച്ചാ വിഷയമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗുരുവായൂരിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നടന്ന കവർച്ചാ കേസിലേക്കാണിനി. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ L&T ഫൈനാൻസിൽ വൻ കവർച്ചയാണ് നടന്നത്. 32,40,000 രൂപ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നതെന്നാണ് സൂചന. മാനേജറുടെ പരാതി പ്രകാരം ടെമ്പിൾ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആഴ്ചതോറും തവണയടച്ചു തീർക്കുന്ന രീതിയിൽ പണം കടം കൊടുക്കുന്ന സ്ഥാപനമാണിത്. കഴിഞ്ഞ ദിവസത്തെ കളക്ഷനായ 32 ലക്ഷത്തിലധികം രൂപയാണ് നഷ്ടപ്പെട്ടത്. ശനിയും ഞായറും അവധി ദിവസങ്ങളായതിനാൽ തുക ബാങ്കിലിടാൻ കഴിയില്ലെന്ന് ഫിനാൻസ് അധികൃതർ പറഞ്ഞു. രാവിലെ മാനേജർ എത്തി ഓഫീസ് തുറന്നപ്പോൾ തന്നെ പന്തികേട് തോന്നി. വിശദമായി പരിശോധിച്ചപ്പോഴാണ് ലോക്കറും മേശയും തുറന്ന നിലയിൽ കണ്ടത്. കൂടുതൽ അന്വേഷണത്തിൽ നിന്ന് തലേ ദിവസം ലഭിച്ച പണം മുഴുവൻ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി. ഉടൻ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. SI അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സ്ഥാപനത്തിൽ CCTV ക്യാമറ ഉണ്ടെങ്കിലും അത് ഓഫ് ചെയ്തതിനു ശേഷമാണ് കളവ് നടത്തിയിരിക്കുന്നത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. അന്വേഷണത്തിന് പുതിയ സ്ക്വാഡ് രൂപീകരിച്ചതായി SI അഷ്റഫ് പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. പട്ടാപ്പകൽ പോലും വീടിനുള്ളിൽ കയറി ചായ ഉണ്ടാക്കി കുടിക്കുന്ന കള്ളൻ. തരം കിട്ടിയാൽ പണവും അപഹരിക്കും. ഇങ്ങനൊരു മോഷ്ടാവ് കുറച്ചു ദിവസമായി വയനാട് മുട്ടിലിലെ നാട്ടുകാരുടെ സ്വൈര്യ ജീവിതം തകർത്തിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ 5 ഇടങ്ങളിലാണ് മോഷണവും മോഷണശ്രമവും നടന്നത്. കവർച്ച നടന്ന ഭാഗങ്ങളിൽ CCTV ഇല്ലാത്തതിനാൽ ദൃശ്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇത് കള്ളനെ കണ്ടെത്താൻ പോലീസിന് മുന്നിലുള്ള വെല്ലുവിളിയാണ്. മുട്ടിൽ, ആനപ്പാറ, ചേനംകൊല്ലി, കുട്ടമംഗലം എന്നീ സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം. മിക്ക മോഷണങ്ങളും പകൽ സമയങ്ങളിലാണ്. ഒരു വീട്ടിൽ നിന്ന് 75,000 രൂപയും മറ്റൊരു വീട്ടിൽ നിന്ന് 4,500 രൂപയും മോഷണം പോയി. വീടിൻ്റെ പിൻഭാഗത്തെ വാതിൽ പൊളിച്ചാണ് മോഷണം നടത്തുന്നത്. കമ്പിപ്പാര അടക്കമുള്ള ആയുധങ്ങൾ കൊണ്ടാണ് വാതിൽ പൊളിക്കുന്നത്. വീട്ടുകാർ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ 1-2 മണിക്കൂറിലാണ് പലയിടത്തും മോഷ്ടാവ് കയറിയത്. ചെറിയ വീടുകളാണ് മോഷ്ടാക്കൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഒരിടത്ത് അടുക്കളയിൽ നിന്നും ഉണ്ടാക്കി വെച്ച ചായ വീണ്ടും തിളപ്പിച്ചു കുടിച്ചു. മറ്റൊരിടത്ത് വെള്ളം കലക്കി കുടിച്ച മോഷ്ടാവ് വേറൊരിടത്ത് ഫ്രിഡ്ജിൽ നിന്നും മോരെടുത്ത് കുടിച്ച് ദാഹം മാറ്റിയ ശേഷമാണ് സ്ഥലം വിട്ടത്. കൽപ്പറ്റ SIT അനീഷാണ് കേസ് അന്വേഷിക്കുന്നത്. മോഷണ സ്ഥലങ്ങളിൽ നിന്ന് വിരലടയാളവും ലഭിച്ചിട്ടുണ്ട്. മോഷണം നടന്ന സ്ഥലങ്ങളിൽ CCTV ഇല്ലാത്തതിനാൽ ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല.
എല്ലാ വീടുകളിലും എത്തിയത് ഒരേ മോഷ്ടാവ് തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം വർക്കലയിലെ ഒരു മോഷ്ടാവിന് വേണ്ടത് പണവും സ്വർണവും ഒന്നുമല്ല, അല്പം മദ്യമാണ്. വീടുകൾ കേന്ദ്രീകരിച്ചല്ല, മദ്യശാലകളിലാണ് ഇയാളുടെ മോഷണം. വർക്കലയിലെ ബെവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യക്കുപ്പികൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചുതെങ്ങ സ്വദേശി സുബിനാണ് പിടിയിലായത്. ബോക്കോ മദ്യവിൽപ്പനശാലയിൽ നിന്ന് പല ദിവസങ്ങളിലായി തന്ത്രപൂർവ്വം മദ്യം അപഹരിച്ച അഞ്ചുതെങ്ങ് കൊച്ചുകിണറ്റിൻമൂട് വീട്ടിൽ സുബിനാണ് അറസ്റ്റിലായത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഫെബ്രുവരി 19 മുതൽ മാർച്ച് 4 വരെയുള്ള ദിവസങ്ങളിൽ മദ്യം വാങ്ങാനെത്തിയ പ്രതി 5 ദിവസങ്ങളിലായി 5 കുപ്പി മദ്യം മോഷ്ടിച്ചെന്നാണ് പോലീസ് പറയുന്നത്. ബിവറേജസ് ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത്. പ്രതിയെ അഞ്ചുതെങ്ങ് ഭാഗത്തു നിന്നാണ് പോലീസ് പിടികൂടിയത്. SHO ശ്രീകുമാറിന്റെ നിർദ്ദേശാനുസരണം സബ് ഇൻസ്പെക്ടർ അഭിലാഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടിച്ചത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് ആലൂർ ചാമുണ്ടിക്കാവ് പൂരത്തിനിടയിൽ വീട്ടമ്മയുടെ മാല മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശിനികൾ പിടിയിൽ. ചിനം സേലം സ്വദേശികളായ കസ്തൂരി, രേവതി എന്നിവരെയാണ് പിടികൂടിയത്. കണ്ണൂർ തളിപ്പറമ്പ് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരന്റെ ബൈക്ക് മോഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. കരുവഞ്ചാൽ സ്വദേശി PA റോയിയാണ് അറസ്റ്റ് ചെയ്തത്. ആന്ധ്രാപ്രദേശിലെ അനന്തപുരിൽ സർവകലാശാല അധ്യാപകനെ ബന്ധുവായ യുവാവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കൃത്യത്തിന് സാക്ഷിയായ അധ്യാപകന്റെ ഭാര്യ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മൂർത്തിറാവു ഗോഖലെ, ഭാര്യ ശോഭ ഗോഖലെ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് യുവതിയെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവം പോലീസ് പെട്രോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് ആക്രമണത്തിനിടെ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന പ്രതിയും മരിച്ചുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുവതിയുടെ സുഹൃത്തും പൗടിക്കോണ സ്വദേശിയുമായ ബിനുവാണ് മരിച്ചത്. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ബിനു തീ കൊളുത്തിയ സരിത ഈ മാസം 4-നാണ് മരിച്ചത്. അക്രമത്തിലേക്ക് നയിച്ചത് സാമ്പത്തിക തർക്കമെന്നാണ് സൂചന. സൗഹൃദങ്ങൾ അതിരുവിടുന്നതും സാമ്പത്തിക ഇടപാടുകളിലെ പാളിച്ചകളുമൊക്കെ ഏറ്റവും അധികം ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നത് മാത്രമാണ് ഇതിന് പോംവഴി. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. സുപ്രീം കോടതി